ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായി ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് റവയാണ്, എങ്കിലും നമുക്കിതൊരു 2 മിനിറ്റ് വരെ വറുത്തെടുക്കാം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ചെറിയ പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം എണ്ണയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നത് ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കാൻ കാത്തു നിൽക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് വഴി ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആവുകയും നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇനി തീ ഒന്ന് സിമ്മിലിട്ട ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് റവ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ കട്ട കെട്ടാതെ എല്ലായിടത്തും വെള്ളം എത്തി നല്ല രീതിയിൽ ഉപ്പുമാവ് സോഫ്റ്റ് ആവുകയുള്ളൂ. ജസ്റ്റ് 1 മിനിറ്റ് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. തീ സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാണുമ്പോൾ വിചാരിക്കും കട്ട കെട്ടിപ്പോയി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. കട്ടകളെല്ലാം ഉടച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ലഭിക്കും. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ഗായ്സ്.